ശ്രീ ആർ രാജഗോപാലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. കനലിൻ്റെ ഉറ്റ സുഹൃത്താണ്. കനൽ ആരംഭിച്ചത് മുതൽ അദ്ദേഹം ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള നേതൃത്വവും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹം കൽക്കട്ടയിലേക്ക് മടങ്ങിയത് മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ SIR പ്രകാരമുള്ള പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കുടുങ്ങിയാണ് അദ്ദേഹം കൽക്കട്ടയിൽ തങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായിരുന്നു. ദ ടെലഗ്രാഫ് എന്ന് പറയുന്ന പ്രശസ്തമായ പത്രത്തിൻ്റെ എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയിൽ നിന്നാണ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറിയത്. ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഫ്രീലാൻസായി അതിൻ്റെ എഡിറ്ററായി നിൽക്കുക, അതിൻ്റെ നയങ്ങളിൽ കൃത്യമായ വീക്ഷണം, ആ എഡിറ്റർ അറ്റ് ലാർജിൻ്റെ വീക്ഷണം തന്നെ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു അവസരമാണ് എഡിറ്റർ അറ്റ് ലാർജ് എന്ന തസ്തികയിലൂടെ ടെലഗ്രാഫ് ദിനപത്രം അദ്ദേഹത്തിന് നൽകിയത്. അത് അദ്ദേഹം കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ, ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ തലക്കെട്ടുകൾ എന്നും വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പത്രപ്രവർത്തകനാണ്, അത്രയും അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് തൻ്റെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. SIRനെ കുറിച്ച് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിരവധി ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലും ബംഗാളിലും പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ അതിൻ്റെ ദുഷ്കരമായ നടപടിക്രമങ്ങൾ എത്രമാത്രം ജനങ്ങളെ വലയ്ക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ആ തീവ്ര പരിഷ്കരണത്തിൽ നിന്ന് ഒഴിവായിപ്പോയത് കണ്ടിട്ടുള്ളതുമാണ്. 27 ലക്ഷം പേർക്കാണ് പശ്ചിമ ബംഗാളിൽ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടത്. അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും SIR ആണ് എന്ന് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആസാമിൽ ഉൾപ്പെടെ ഇപ്പോൾ നടക്കുന്ന പരിഷ്കരണവും ഇത്തരത്തിലുള്ളതാണ് എന്ന് നമുക്കറിയാം. രാജഗോപാലിൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ നമുക്കറിയാം, എത്രയോ വർഷങ്ങളായി കൽക്കട്ടയിൽ താമസിക്കുന്ന ഒരു വ്യക്തി, എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വോട്ടിടുന്നു. ഇപ്പോഴത്തെ SIRൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യക്ഷപ്പെടുന്നില്ല. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി നൽകുന്നു, പേരില്ല എന്ന് മറുപടി നൽകുന്നു. അദ്ദേഹത്തിനോട് നിരവധിയായ രേഖകൾ ചോദിക്കുന്നു. പേരുൾപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനും കഴിയുന്നില്ല. അതിനേക്കാളേറെ ദുഃഖകരം, അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകളുടെ വിവാഹത്തിന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. പാസ്പോർട്ട് ലഭ്യമാകുന്നില്ല, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ ഒരു പത്രപ്രവർത്തകനാണ് ഈ ഗതി വന്നതെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുര്യോഗം എന്തായിരിക്കും? ഈ 27 ലക്ഷം മനുഷ്യർ ആരാണ്? കേരളത്തിൽ നിരവധിയായ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്തിട്ടുണ്ട്. പലരും ബംഗാളികളാണ്. ജോലി സ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ജോലി സ്ഥലത്തേക്ക് തിരിച്ചു വരാത്തതിന് പലവിധ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കറിയാം എന്താണ് പ്രശ്നം. പലരുടെയും വോട്ട് അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും റദ്ദാക്കപ്പെട്ടു. അവരെല്ലാം ഇന്ത്യൻ പൗരന്മാർ അല്ലാതായി മാറും എന്നൊരു ഭയം അവർക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോയ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇതുപോലെ അവരുടെ രേഖകൾ, അവർ ഇന്ത്യൻ പൗരനാണ് തെളിയിക്കുന്ന രേഖകൾ ശരിയാക്കുന്നതിന് വേണ്ടി ആ ബംഗാളിൽ തങ്ങുന്നവരാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. രാജഗോപാലിൻ്റെ പിതാവിൻ്റെ രേഖകൾ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും ചെറിയ വ്യക്തിയല്ല. കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഗാന്ധിയനാണ്. ഗാന്ധി സ്മാരക സമിതിയുടെ സെക്രട്ടറിയാണ്. 2016 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ രേഖകളാണ് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആ രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടി പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല. ആലോചിക്കണം, ഇത്രയധികം ഈ വിഷയങ്ങളുമായി ഗാഢമായ ബന്ധമുള്ള, നന്നായി ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന, എഴുത്തുകുത്തുകൾ നടത്താൻ കഴിയുന്ന ആർ രാജഗോപാലിന് അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഇത്രയധികം വിഷമങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ ബാക്കി സാധാരണക്കാർക്ക് ഇത്തരത്തിലൊരു കെണിയിൽപ്പെട്ടാൽ രക്ഷപ്പെടുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം RP ആക്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 വളരെ കൃത്യമായി തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ ഒരാൾക്ക് പേര് ചേർക്കുന്നതിൻ്റെ യോഗ്യതയെപ്പറ്റി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ സെക്ഷൻ 19 പറയുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന വർഷം ആ ജനുവരി 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായാൽ അയാൾ യോഗ്യനാണ്. 2, അയാളൊരു ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കണം. ഓർഡിനറി റെസിഡൻറ്റിൻ്റെ മീനിങ് അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നു. 6 മാസം എവിടെയെങ്കിലും താമസിച്ചാൽ മതി, അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആകും. അതൊരു ചേരി പ്രദേശത്താകട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ നമ്പരോ ഔദ്യോഗിക രേഖകളില്ലാതെ താമസിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അവർക്കെല്ലാം വോട്ടവകാശമുണ്ട്. നാടോടികളായ ചില ജനവിഭാഗങ്ങളുണ്ട്. അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് 6 മാസം താമസിച്ചാൽ അവർക്ക് വോട്ടവകാശമുണ്ട്.
ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ 6 മാസം അവിടെ താമസിച്ചാൽ സ്ഥിരമായി താമസിച്ചാൽ വോട്ടവകാശമുണ്ട്. വളരെ കൃത്യമാണ്. വളരെ ലഘുവായ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയണം എന്നുള്ളതായിരുന്നു ഭരണഘടന എഴുതിയപ്പോൾ, ഭരണഘടന തയ്യാറാക്കിയപ്പോൾ, അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിച്ചപ്പോൾ എല്ലാം ഭരണകർത്താക്കൾ തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യയിൽ ഇന്നങ്ങനെയാണോ? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഈ തീവ്ര പരിഷ്കരണ സമയത്ത് ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വിഷമതകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ, തുറന്നെഴുതാൻ തയ്യാറായതിൽ അത്യധികം സന്തോഷിക്കുന്നു. ഇത്തരത്തിൽ നിരവധിയായ മനുഷ്യർക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നഷ്ടപ്പെടുകയും പാസ്പോർട്ട് ഇല്ലാതാവുകയും പൗരത്വം നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടിരുന്നവർക്കുള്ള ഒരു മറുപടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സാങ്കേതികപരമായ ചെറിയ പ്രശ്നങ്ങളാൽ നഷ്ടപ്പെടുത്തേണ്ടതല്ല നമ്മുടെ ജനാധിപത്യ അവകാശം. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണത്. അതുകൊണ്ട് തന്നെ രാജഗോപാൽ ഒരു ഇരയായി സ്വയം അവതരിപ്പിക്കപ്പെട്ടതല്ല. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ജനാധിപത്യ അവകാശത്തെ ധ്വംസിക്കുന്ന ഈ വിഷയം സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറായതിലൂടെ അദ്ദേഹം ജനാധിപത്യപരമായ ഒരു കടമ നിർവഹിച്ചിരിക്കുന്നു. ആർ രാജഗോപാലിന് ഐക്യദാർഢ്യം, കനൽ ടീമിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.